ഇനി വരുന്ന നമ്മുടെ 8ാം ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, പഠിക്കേണ്ടത് എന്നുള്ളതാണ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾക്ക് പഠിക്കാനുള്ള ആ ഒരു 8ാം ക്ലാസ്സിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. മാത്രമല്ല ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? നോ നോ നോ. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഡിസ്കോഴ്സുകളും അതുപോലെ തന്നെ ഗ്രാമർ ടോപ്പിക്സ് നമ്മൾ സെറ്റ് ആക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു വീഡിയോ ആണ്. അത് എന്തൊക്കെയാണെന്നുണ്ട് ഡീറ്റെയിൽസ് നമ്മൾ പറയുകയാണ് വീഡിയോയിൽ. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ഒരു 8ാം ക്ലാസ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മാത്രമല്ല 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 3, 2, 5 യൂണിറ്റുകളിലായിട്ട് നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് സെറ്റ് ആക്കാനുണ്ട്. ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. കൂടാതെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡിസ്കോഴ്സുകളാണ്. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച ആ ഡിസ്കോഴ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പല ഡിസ്കോഴ്സുകളും ഇതിൽ നിന്ന് ഇൻക്ലൂഡഡ് ആണ്. ന്യൂസ് റിപ്പോർട്ട് തുടങ്ങിയിട്ട് നിങ്ങൾ അതിലില്ലാത്ത ന്യൂസ് ആർട്ടിക്കിള്, അതുപോലെ തന്നെ ഡാറ്റാ ബേസ്ഡ് ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഏതൊക്കെ പാസേജ് കോംപ്രിഹെൻഷൻ, അതൊരു അറിയാത്തൊരു പാസേജ് അതും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അറിയാത്ത ഏതെങ്കിലും ഒരു പാസേജ് എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ. പോയം കോംപ്രിഹെൻഷൻ ഓൾമോസ്റ്റ് നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു കവിത എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ തരും. അതുപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ട്, കോൺവെർസേഷൻ മേക്ക് ചെയ്യാൻ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇമെയിൽ, ഡയറി, ക്യാരക്ടർ സ്കെച്ച്, പ്രൊഫൈല്, പിക്ചർ ഡിസ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ 8ാം ക്ലാസ്സിലും നമുക്ക് നേരിടാനുണ്ടായിരിക്കും. പക്ഷേ ഗ്രാമർ ടോപ്പിക്സ് 7ാം ക്ലാസ്സിൽ നമുക്ക് എഡിറ്റിംഗ് പോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം തന്നിരുന്ന സമയത്ത് ഇത്രയും എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് മീൻസ് ഗ്രാമർ ടോപ്പിക്സ് ആണ് നമുക്ക് ഇത്തവണ 8ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് പഠിക്കാനുള്ളത്. ഫ്രേസൽ വേർബ്സ് ഉണ്ടായിരിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് വരും. എഡിറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ അണ്ടറിൽ ക്വസ്റ്റ്യൻ ടാഗ്, ഹാഡ് ബെറ്റർ, ഇഫ് ക്ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രിപ്പോസിഷൻ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അല്ല സാറേ ഇതൊക്കെ എങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാനാകും? 8ാം ക്ലാസ് ഇനി പണി കിട്ടുമോ? ഇപ്പൊ പല ആൾക്കാരും നിങ്ങളെ കൂടെയുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികളും സ്കൂളിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള പാസ് മാർക്ക് ലഭിക്കാത്തത് കൊണ്ട്. അതുപോലെ ഞങ്ങളുമായി പോകുമോ? ഇല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളും കിടിലനായിട്ട് പഠിക്കാൻ സൈലത്തില് നമ്മുടെ യോദ്ധ ബാച്ച് റെഡിയാണ്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നമ്മുടെ വിഷുവിന്റെ ഒരു ഓഫറും അവസാനിച്ചിട്ടില്ല. അതാ ഈ ഒരു ഡേറ്റ് ആകുമ്പോഴേക്കും അവസാനിക്കും. അതിന് മുൻപ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഓഫർ കിട്ടും. എന്താ സാർ എന്ത് ചെയ്യണം? ഞങ്ങൾ എങ്ങനെ ജോയിൻ ചെയ്യും? ജോയിൻ ചെയ്യാൻ 8ാം ക്ലാസ്സിന്റെ ഓൺലൈൻ ട്യൂഷൻ ആണ്. നിങ്ങൾക്ക് 3 രൂപത്തിലാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ. അതിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത അടുത്ത സ്ലൈഡ് നമുക്ക് പറയാം. ഇത് ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ 995400 ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത്രയും ഫീച്ചേഴ്സ് ആണുള്ളത്. ലൈവ് ക്ലാസ്സുകൾ, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, DPP സ്ലൈഡ്, നോട്ട്സ്, ചാപ്റ്റർ വൈസ്, ടേം വൈസ് മോഡൽ എക്സാമിനേഷൻ, ഇന്നാപ്പ് കമ്മ്യൂണിറ്റി, പ്രീമിയം പ്രീ റെക്കോർഡഡ് സെഷൻസ് ഒക്കെ ഇതിലുണ്ടായിരിക്കും. അതൊക്കെ എങ്ങനെ എല്ലാവർക്കും എല്ലാ പ്ലാനിലും ഉണ്ടോ? ഇല്ല. ഈ ഒരു പ്രൈസ് അല്ല കേട്ടോ. ഈ ഒരു പ്രൈസിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു 10% ഓഫറിലാണ് നമുക്ക് ഈ ഒരു ബാച്ച് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ മാറ്റങ്ങൾ അല്ലെ. ഈ ഒരു ബേസ് പ്ലാനിൽ ഈ ഒരു പ്രൈസ് വെട്ടിക്കുറയ്ക്കും കേട്ടോ. അതിൽ 10% ഓഫർ ഉണ്ടായിരിക്കും. ബേസ് പ്ലാനിൽ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് ലഭിക്കുന്നതായിരിക്കും. എന്തൊക്കെ ഫീച്ചേഴ്സാ? ലൈവ് ക്ലാസ്, നോട്ട്സ്, DPP ആൻഡ് ടെസ്റ്റ്, ഡെയിലി പ്രാക്ടീസ് പേപ്പറും ടെസ്റ്റ് ഒക്കെ ഉണ്ടാവേ. ഇന്നാപ്പ് കമ്മ്യൂണിറ്റി, ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പേൾ വീഡിയോ, ആദ്യം റെക്കോർഡ് ചെയ്തപ്പെട്ട ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇത് ലഭിക്കില്ല. പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാച്ചിലേക്കുള്ള ആക്സസും കിട്ടൂല. അതുപോലെ തന്നെ എൻഡ് ഗെയിം റിവിഷൻ ബാച്ച്, അവസാനത്തേക്ക് നമ്മളൊരു റിവിഷൻ ക്ലാസ് തുടങ്ങും, അതും ലഭിക്കില്ല. ഫാൽക്കൺ ഫൗണ്ടേഷൻ ബാച്ചും കിട്ടില്ല. പക്ഷേ നമ്മൾ ഇൻഫിനിറ്റി എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കിട്ടും. പക്ഷേ ഫാൽക്കൺ ബാച്ചിലേക്കുള്ള ആ ഒരു ആക്സസ് മാത്രം ലഭിക്കില്ല. അതും കൂടി ലഭിക്കുന്നത് ഇൻഫിനിറ്റി പ്രോയിലാണ്. ഈ ഒരു പ്രൈസ് ലഭിക്കുന്നത് 10% ഓഫർ ഉണ്ട്. ഓക്കെ. അപ്പോൾ സാറേ എന്താണ് ഈ ഫാൽക്കൺ ബാച്ച്? അതായത് ഭാവിയിൽ ഡോക്ടർ, എഞ്ചിനീയർ ഒക്കെ ആവണമെങ്കിൽ, അല്ലെങ്കിൽ IAS IPS ഓഫീസറൊക്കെ ആവണമെങ്കിൽ നമ്മൾ നല്ല കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ നമുക്ക് എഴുതേണ്ടി വരും. ആ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ നമ്മൾ ഇപ്പോഴേ പഠിച്ചുകൊണ്ട് അതിന്റെ ഫൗണ്ടേഷൻ ശരിയാക്കുന്നതിനാണ് ഫാൽക്കൺ ബാച്ച്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തുക. യെസ്, എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസോ കൺഫ്യൂഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, സെറ്റാക്കാം. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാൻ മറന്നു പോയത്. ഓൾ ദ ബെസ്റ്റ്.